ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ വീടുകളിൽ ഓവണൊന്നും യൂസ് ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ള ഒരു കുനാഫയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രീമാണ് ഞാനിവിടെ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ മൈദമാവ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് കൂടെ ചേർത്ത് ഒട്ടും കട്ടകളില്ലാതെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇത് ഇവിടെ നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു പാകത്തിനുള്ള മധുരമാണ് ഉണ്ടാവുക. നമ്മളിത് ഷുഗർ സിറപ്പൊക്കെ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് കഴിക്കുക. അപ്പോൾ ഈ ഒരു അളവിലുള്ള പഞ്ചസാരയെ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ പാല് നല്ലവണ്ണം തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിന്റെ ആ ഒരു സ്ലറിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കോൺഫ്ലവർ ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിങ്ങനെ കുറുക്കിയെടുക്കാനായിട്ട്. അപ്പൊ ഇതിവിടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള 3 ചീസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലവണ്ണം കമ്പൈൻ ആയി വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ചീസ് ചേർത്ത് കൊടുത്ത ശേഷം കൂടുതൽ സമയം അടുപ്പിൽ വെച്ച് ഇളക്കിയെടുക്കാൻ പാടില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ഇവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം മൊസറല്ല ചീസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ ഏതായാലും കുറച്ച് മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൊസറല്ല ചീസ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനിയിപ്പോ ഞാനിവിടെ കുനാഫ ഡോ ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോ 500 ഗ്രാമിന്റെ കുനാഫ ഡോ ആണ്. ഇത് മൊത്തത്തിൽ നമുക്ക് ആവശ്യമില്ല, ഇതിന്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു കുനാഫ റെഡിയാക്കി എടുക്കാൻ വേണ്ടി 250 ഗ്രാം കുനാഫ ഡോ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ ഈ ഒരു കുനാഫ ഡോ ഞാനിവിടെ നേർപകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പകുതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനിയിപ്പോ ഈ ഒരു കുനാഫ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിന്ന് ഇതൊന്ന് ബട്ടറിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയ ശേഷം ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ബട്ടർ കുനാഫ ഡോയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാനിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുനാഫ റെഡിയായി വരുന്ന സമയത്ത് കുനാഫക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളർ കിട്ടും. ഇനിയിപ്പോ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ ഇതിലേക്ക് ഒരല്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക. ആ ഒരു 100 ഗ്രാം ബട്ടർ മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കൈകൊണ്ട് നല്ലവണ്ണം തിരുമ്മി വേണം കുഴച്ചെടുക്കാനായിട്ട്. ബട്ടർ കുനാഫ ഡോന്റെ മുകളിൽ മൊത്തത്തിൽ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഈ ഒരു ഡോ ഞാനിവിടെ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതുപോലെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഒരല്പം ബട്ടർ ഇതുപോലെ എല്ലായിടത്തും ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള കുനാഫ ഡോന്റെ പകുതി ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് നല്ലവണ്ണം ഷേപ്പാക്കി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ.
ഈ ക്രീം ഇതിൻ്റെ എല്ലായിടത്തും എത്തുന്ന വിധത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കിയുള്ള കുനാഫ ഡോ കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഓവൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓവണും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഫ്രൈ പാനിലോ അല്ലെങ്കിൽ സോസ് പാനിലോ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ നല്ലവണ്ണം പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാത്രം അടച്ച് വെച്ച് വേറൊരു പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാന് നല്ലവണ്ണം ചൂടായിട്ടാണ് ഈ ഒരു സമയത്തുള്ളത്. ആ ഒരു ചൂടുള്ള പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് 20 മിനിറ്റ് നേരം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2-3 ഏലക്കായ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പഞ്ചസാര മെൽറ്റായി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര മെൽറ്റായ ശേഷം ഇതുപോലെ ഒരു 6-7 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീരും 1 ടീസ്പൂണ് റോസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇത് അടുപ്പിൽ നിന്നും മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ കുനാഫ ഇവിടെ കുക്കാവാൻ വേണ്ടി വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുനാഫയുടെ അരികു വശമൊക്കെ ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുനാഫ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച ശേഷം ഒന്ന് കമത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുനാഫയുടെ ഒരു ഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മറുവശം കൂടി ഒന്ന് കളർ ചേഞ്ച് ആയി വരാൻ വേണ്ടി ഇതുപോലെ പാനിലേക്കൊന്ന് തിരിച്ചു വെച്ച് കൊടുത്ത ശേഷം 10 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 വശവും കുക്ക് ചെയ്തെടുത്ത കുനാഫ ഞാനിവിടെ പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടിച്ച പിസ്താഷ്യോ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറു ചൂടോടെയുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ചൂടോടെ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഷുഗർ സിറപ്പ് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നല്ലവണ്ണം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് സൈഡിലൂടെയൊക്കെ ഷുഗർ സിറപ്പ് പുറത്തേക്ക് വരും. പക്ഷെ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുത്താൽ അതങ്ങ് സെറ്റായിട്ട് കിട്ടും. നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിന് പാകത്തിനുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴിക്കാൻ നല്ല കറുമുറ ആയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഈ ഒരു കുനാഫ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടോ, കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആണ്, പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ചീസി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറും ആണ്. അപ്പം ഇപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.